ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് തന്നെ ശരിക്കും ഒരു വിശ്വാസം പറഞ്ഞ ഡാമതൊക്കെ ചെയ്യുന്നു. അപ്പോൾ അത് ഇതുകൊണ്ട് ഈ ഇത് ആരാ ഇത് അന്വേഷിക്കേണ്ടത്? ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് അതിന് സാങ്ഷൻ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെങ്ങനെയാണ്? ഇത് തന്നെ യാദൃശ്യമായിട്ട് സംഭവിച്ച ഒരു കാര്യമല്ലേ. ഈ പാളികൾ കഴിഞ്ഞ ദിവസം ഓണം കഴിഞ്ഞിട്ട് ഇത് എടുത്തുകൊണ്ട് റിപ്പയറിന് പോയപ്പോൾ ഇത് ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന കമ്മീഷൻ അറിഞ്ഞില്ല എന്നുള്ള വേദന അദ്ദേഹം ഇത് മുന്നോട്ട് കൊണ്ടുവച്ച കാര്യമാണ്. അത് കാരണം ഇതിപ്പോൾ നമ്മൾ ഇത് അറിയാൻ കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നടക്കുന്ന കാര്യങ്ങൾ ആരും അറിയുന്നില്ല. കാര്യം ഭക്തജനങ്ങൾ അവിടെ 5-ാം തീയതി നട അടച്ചു കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി പോരുക, പിന്നെ അവിടെ ഇല്ല. അല്ല, ഉദ്യോഗസ്ഥർ മാത്രം എന്ന് പറഞ്ഞാൽ എവിടം വരെയാണ് ഈ ഉദ്യോഗസ്ഥരുടെ തലം? അതും കൂടെ നിശ്ചയിക്കണോ? ഇപ്പോൾ കമ്മീഷണർ വരെയാണോ, അതോ സെക്രട്ടറി വരെയാണോ, അതോ പ്രസിഡന്റ് ഉണ്ടോ? ഇതിനകത്ത് ഇത് ചെറിയൊരു കാര്യമായിട്ട് നമ്മൾ കാണരുത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ശബരിമലയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും 2018 ഇഷ്യൂ കഴിഞ്ഞിട്ട് അടുത്ത വർഷമാണ് ഇതുണ്ടാവുന്നത്. അപ്പോൾ അത് വളരെ കാര്യമായിട്ട് തന്നെ അതിനെക്കുറിച്ച് അന്വേഷണം വേണം. ഇല്ല, ഈ സംഗമമായിട്ടൊന്നും ഞാനിതിനെ കണക്ട് ചെയ്യുന്നില്ല. കാര്യം സംഗമം അത് വേറെ നടന്നൊരു കാര്യം, അതുമായിട്ടൊന്നും ഞാനിതിനെ കണക്ട് ചെയ്യുന്നില്ല. ഇത് നടന്നിരിക്കുന്ന അത് യാദൃശ്യമായിട്ട് ഇതെല്ലാം ഒരേ സമയത്ത് വന്നു എന്നുള്ളത് മാത്രമാണ്. അതെല്ലാം അയ്യപ്പൻ്റെ ഒരു നിയോഗമായിട്ട് തന്നെ കണക്കാക്കിയാൽ മതി. ആര് എന്ത് കാണിച്ചാലും എവിടെ പോയി ഒളിച്ചാലും ഇതൊക്കെ പിടിക്കപ്പെടും എന്നുള്ളൊരു സത്യം ഇവിടെയുണ്ട്. വിജയമല്യ നൽകുന്ന സമയത്ത് ഉണ്ടായിരുന്നത് സ്വർണം പ്ലേറ്റിംഗ് അല്ല, അത് സ്വർണ്ണപ്പാളി തന്നെയാണെന്ന് പന്തളംകൊട്ടാരത്തിന് ഉറപ്പല്ലേ? അല്ല, ഞങ്ങളത് പോയി നോക്കിയിട്ടും വേറെ ഒന്നുമില്ല. കാര്യം അന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടുകളും ബാക്കിയുള്ള കാര്യങ്ങളനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. കാര്യം അവരുടെ റെക്കോർഡിൽ തന്നെ അത് വ്യക്തമായിട്ടുണ്ടല്ലോ. അവിടെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് മനസ്സിലാവാത്ത ആർക്കും കാര്യം. അവിടുത്തെ ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വളരെയധികം ആൾക്കാർ ശ്രദ്ധിക്കുന്ന സ്ഥലമാണല്ലോ ശബരിമല എന്ന് പറഞ്ഞ്. അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഏത് നിസ്സാര കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ്. കാര്യം പ്രത്യേകിച്ച് 2018 ശേഷം എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാര്യം ഭക്തജനങ്ങൾ ഇതെല്ലാം അന്വേഷിക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. ഈ സ്വാഭാവികമല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റികളായിട്ട് നേരത്തെ ഇല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞങ്ങൾക്ക് കൊട്ടാരത്തിൽ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളെ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് വന്നതിന്, ഈ ഒരു പിക്ചറിൽ വന്നതിന് ശേഷം മാത്രമേ അറിയാവൂ. അല്ലാണ്ട് പുള്ളിയെക്കുറിച്ചൊന്നും അറിയില്ല. ഇല്ല, എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പരിചയപ്പെട്ടിട്ടുമില്ല. വിശ്വാസമുള്ള ആളായിരുന്നോ എന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരു വിശ്വാസമുള്ള ഒരാളെ എങ്ങനെ ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആൾക്കാരുടെ വിശ്വാസം നേടാൻ കഴിഞ്ഞു എന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, ഇതിനൊക്കെ അവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇത് തിരുവാഭരണ കമ്മീഷനുണ്ട്, പിന്നെ സ്മിത്തുണ്ട്. ഇതെല്ലാം നോക്കാനുള്ള ആൾക്കാരുണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതങ്ങനല്ലേ നോക്കേണ്ടത്. അതാ പറഞ്ഞാൽ അവിടെ വളരെ വലിയ ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അവരന്നത് കൊണ്ടുപോയിരിക്കുന്ന ചെമ്പാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന സ്വർണ്ണം എന്തി? അതാ ഞാൻ പറഞ്ഞ 19 ചെമ്പായിരുന്നു എന്നുണ്ടെങ്കിൽ അതിന് മുമ്പുള്ള സാധനം എന്തി?